സംസ്ഥാനത്ത് 47 IAS, IPS ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് കേസുള്ളതായി വിവരാവകാശ രേഖ. കേസ് 32 IAS ഉദ്യോഗസ്ഥർക്കെതിരെയും 15 IPS ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ്. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരായ 47 പേർ വിവിധ കേസുകളിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്നുവെന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. TO സൂരജും ടോമിൻ തച്ചങ്കരിയുമാണ് അന്വേഷണം നേരിടുന്നവരുടെ പട്ടികയിൽ മുൻപന്തിയിലുള്ളത്. ഇരുവർക്കുമെതിരെയും 5 കേസുകളിലാണ് അന്വേഷണം നടക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനം, സിഡ്കോയിലെ അനധികൃത നിയമനം, അനധികൃതമായി സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയെന്ന ആരോപണം തുടങ്ങിയവയാണ് TO സൂരജിനെതിരെയുള്ള കേസുകളിൽ ചിലത്. വാഹനങ്ങളിൽ സ്പീഡ് ഗവർണർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി, കൺസ്യൂമർ ഫെഡിലെ അഴിമതി തുടങ്ങി വിവിധ കേസുകളിൽ ടോമിൻ തച്ചങ്കരിയും അന്വേഷണം നേരിടുന്നുവെന്നും വിജിലൻസിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നു. വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു. കേരളത്തിൽ മാത്രമായിട്ട് 50-ൽ താഴെ കേസുകളിൽ ഉയർന്ന IAS, IPS ഉദ്യോഗസ്ഥന്മാർ പ്രതികളായിട്ടുണ്ട്. അത് വളരെ സുപ്രധാനമായ പദവികളിലിരിക്കുന്ന ആളുകളാണ് ഈ കേസുകൾ നേരിടുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, ടോം ജോസ്, VJ കുര്യൻ, ഷേഖ് പരീദ്, ബാലകൃഷ്ണൻ, ശങ്കർ റെഡ്ഡി, മനോജ് എബ്രഹാം തുടങ്ങിയവരും വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. പല കേസുകളിലും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചതായും മറ്റുള്ളവയിൽ അന്വേഷണം നടന്നുവരുന്നതായും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിക്കെതിരെയുള്ള 2 കേസുകൾ വിധി പറയുന്നതിനായി ഈ മാസം 8-ലേക്ക് മാറ്റി. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടേതാണ് തീരുമാനം. സോളാർ കേസ് അട്ടിമറിച്ചതും ജേക്കബ് തോമസിന് നൽകിയ വിവാദ കത്ത് സംബന്ധിച്ച കേസിലുമാണ് കോടതി വിശദമായ വാദം കേട്ടത്. ഹൈക്കോടതി തള്ളിയ പരാതിയാണ് ഹർജിക്കാരൻ ഉന്നയിക്കുന്നതെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമമെന്നും വിജിലൻസ് പ്രോസിക്യൂഷൻ വാദിച്ചു. രേഖകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് വിജിലൻസ് കോടതി വ്യക്തമാക്കി. സോളാർ കേസിൽ ഉമ്മൻചാണ്ടി, ആര്യാടൻ മുഹമ്മദ് എന്നിവരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസ് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതി വിജിലൻസ് മേധാവിയായിരുന്ന ശങ്കർ റെഡ്ഡി പൂഴ്ത്തിയെന്നതായിരുന്നു കേസ്. മുഖ്യമന്ത്രിക്കും P. ജയരാജനുമെതിരെ പോലീസുകാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മങ്ങാട്ടുപറമ്പ് KAPയിലെ വിനോദ് പാലക്കലാണ് പോസ്റ്റിട്ടത്. മുഖ്യമന്ത്രിയുടെ ശ്രീകൃഷ്ണ വേഷത്തിലുള്ള ഫോട്ടോയും ഇയാൾ പോസ്റ്റ് ചെയ്തു. ജയരാജനെ ഒറ്റക്കൈയ്യനെന്ന് അധിക്ഷേപിച്ചും CPIM നേതാക്കളെ പ്രാണൻ പോകുന്ന വേദന അറിയിക്കുമെന്ന ഭീഷണിയും ഇയാൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന് മുലപ്പാൽ നിഷേധിച്ച സംഭവത്തിൽ മന്ത്രവാദി അറസ്റ്റിൽ. മുക്കം പോലീസാണ് കള്ളന്തോട് സ്വദേശി ഹൈദ്രോസ് തങ്ങളെ അറസ്റ്റ് ചെയ്തത്. അതേസമയം തങ്ങളുടെ വീട്ടിലേക്ക് DYFI മാർച്ച് നടത്തി. എറണാകുളത്ത് യുവ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന കേസിൽ CPIM കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. സക്കീർ ഹുസൈന് മുൻകൂർ ജാമ്യം നൽകുന്നതിനെ സർക്കാർ കോടതിയിൽ എതിർത്തിരുന്നു. വടക്കാഞ്ചേരി പീഡനക്കേസിൽ പുതിയ സംഘം അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് ASP G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രത്യേക യോഗം ചേർന്നു. തൃശൂർ സിറ്റി അഡ്മിനിസ്ട്രേഷൻ ACP MK ഗോപാലകൃഷ്ണൻ, CIമാരായ KK സജീവ്, എലിസബത്ത് തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. കേസിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ച സംഘം തുടർ നടപടികൾ ചർച്ച ചെയ്തു. ആരോപണ വിധേയനായ കൌൺസിലർ ജയന്തൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികമാണ്. അടാട്ട് ഹർത്താൽ അനുകൂലികൾ ഓട്ടോറിക്ഷ തല്ലി തകർത്തു. തിരികെ വാർത്തകളിലേക്ക്. കൊല്ലം DCC ഓഫീസിൽ പരസ്യ മദ്യപാനം. DCC ഓഫീസിൽ സംഘം ചേർന്നിരുന്ന മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. പ്രഖ്യാപിച്ചും ഇടതുപക്ഷത്തിന്റെ മദ്യനയത്തെ ആക്ഷേപിക്കുകയും ചെയ്യുമ്പോഴാണ് കൊല്ലം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ മദ്യപിക്കുന്നതിന്റെ ചിത്രം പീപ്പിൾ TV പുറത്തുവിടുന്നത്. DCC ഓഫീസിലെ യോഗം ചേരുന്ന ഹാളിൽ ജവഹർലാൽ നെഹ്റുവിന്റെയും പാതി കാണാനാവുന്ന R. ശങ്കറിന്റെയും ചിത്രങ്ങളെ സാക്ഷി നിർത്തിയാണ് മദ്യപാനം. മദ്യക്കുപ്പി ആദരണീയരുടെ ചിത്രത്തിന് മുന്നിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. മദ്യപാനത്തിന് ശേഷം ലഹരി മൂക്കുന്നതോടെ പിന്നെ കിടപ്പാകട്ടെ പ്രതാപവർമ്മ തമ്പാൻ മുൻകൈയെടുത്ത് നിർമ്മിച്ച പുതിയ മുറിയിലും. ചില നേതാക്കന്മാർ മദ്യപിച്ച് DCC ഓഫീസിന് മുന്നിലെത്തി ബഹളം വെച്ച സംഭവങ്ങളും അങ്ങാടിയിൽ പാട്ടാണ്. പരസ്യമായി ഒരു കോൺഗ്രസ് ഓഫീസിൽ മദ്യപിക്കുന്നത് പ്രവർത്തകരാണെങ്കിലും മദ്യനിരോധന നയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് ഈ ചിത്രങ്ങളിലൂടെ പുറത്തുവരുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. മോഹൻലാൽ ചിത്രം പുലിമുരുകൻ ഇന്റർനെറ്റിൽ. തമിഴ് ടോറന്റ് ഉൾപ്പെടെ 4 വെബ്സൈറ്റുകളിലാണ് പുലിമുരുകൻ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം കേരള പോലീസ് സൈബർ ഡോം ഇടപെട്ട ചിത്രം സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ഡൗൺലോഡിംഗ് ചെയ്തവ പ്രചരിക്കുന്നത് തടയുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്തു. ലുലു ഗ്രൂപ്പ് അമേരിക്കയിലും പ്രവർത്തനം ആരംഭിച്ചു. ന്യൂജേഴ്സിയിലെ ലിങ്സ്റ്റണിൽ 75,000 സ്ക്വയർ ഫീറ്റിലാണ് Y ഇന്റർനാഷണൽ USA പ്രൈവറ്റ് ലിമിറ്റഡിന്റെ എക്സ്പോർട്ട് വെയർ ഹൌസ് പ്രവർത്തനം ആരംഭിച്ചത്. യൂസഫ് അലി പ്രസിഡന്റായുള്ള Y ഇന്റർനാഷണൽ USA അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്കും ലുലു കേന്ദ്രങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നതിനുള്ള വെയർ ഹൌസാണ് പ്രവർത്തനം ആരംഭിച്ചത്.
തിരുവനന്തപുരം ആരിനാട് ഗവൺമെന്റ് ITI തെരഞ്ഞെടുപ്പിൽ KSU ABVP സഖ്യം SFI നേതൃത്വത്തിലുള്ള മുന്നണിയെ തോൽപ്പിക്കാനായാണ് KSUവും ABVPയും പരസ്യ സഖ്യമുണ്ടാക്കിയത്. ഇരുകൂട്ടരും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണവും നടത്തുന്നത്. ഇന്നാണ് ITI യൂണിയൻ തെരഞ്ഞെടുപ്പ്.